ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ റീസൺ എന്താ വെച്ചാൽ, നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് പല വീഡിയോസും കണ്ടിട്ട് നമ്മൾ റിയാക്ട് ചെയ്യാറ്. അതുപോലെ തന്നെയാണ് വീണ്ടും ഞാൻ കണ്ടിരിക്കുന്ന ഒരു വീഡിയോ. കാരണം ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ, നമ്മൾ മെമ്പർഷിപ്പിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെമ്പർഷിപ്പ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഈ റീച്ച് കിട്ടാത്ത ചില ആൾക്കാർ കേട്ടോ, ഈ റീച്ച് കിട്ടാത്ത ചില സ്ത്രീകൾ ഇതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എത്തിപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കാരണം നല്ല വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് പലരും. നല്ല വീഡിയോസും നല്ല രീതിയിലുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ പെട്ടെന്നാണ് ഈ ഒരു രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഞാൻ സൈഡിൽ കാണിക്കാൻ വീഡിയോ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഏകദേശം ഈ വ്യക്തിനെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാനും കണ്ടിട്ടുണ്ട്. കാരണം ഇന്ന് കൂടെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പഴയ ഒരു വീഡിയോ ഞാൻ കാണാനിടയായിട്ടുണ്ട്. കാരണം ഒരു പാട്ട് പാടുന്ന വീഡിയോ. അപ്പം ഇദ്ദേഹം ഈ രീതിയിലുള്ള റീൽസ് മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് പെട്ടെന്നാണ് ഇതിലോട്ട് മാറുന്നത് എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, റീച്ചാണ്. റീച്ച് എന്ന് പറയുമ്പോൾ കുൽസിതമാണല്ലോ എല്ലാവർക്കും പ്രധാനം. നമ്മുടെ മലയാളികൾ കുൽസിതം കാണുമ്പോൾ എല്ലാവരും അല്ല കേട്ടോ, ഇത് കാണാൻ ആഗ്രഹിക്കുന്ന ചില ആൾക്കാരെങ്കിലും ഉണ്ട്. അവർ ഓടിപ്പാഞ്ഞ് ഇതിലോട്ട് കയറി വരുന്നതാണ്. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് പക്ക വേട്ടവളയന്മാരാണല്ലോ, പക്ക വേട്ടവളയന്മാരാണ്. കാരണം ഈ ലൈവിൻ്റെ അടിയിൽ വന്നിട്ട് കമൻ്റ് ഇടുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അയ്യോ നായിപ്പോവും. ആ രീതിയിലുള്ളൊരു എന്താ പറയുക, ഫാൻസാണ് ഈ ഒരു വ്യക്തിക്കുള്ളതാണ്. കാരണം പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇവർ ഞാൻ പറയല്ലേ, ഓവർ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും ഇട്ടിട്ടാണ്. കാരണം ഓൾറെഡി വയസ്സായി എന്നുള്ളതാണ് മെയിൻ കാര്യം. എത്ര വയസ്സുണ്ട് ഇവർക്ക് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇത്രയും വയസ്സായ സ്ഥിതിക്കെങ്കിലും അടങ്ങി വീട്ടിലിരുന്നാൽ പോട്ടെ. ഇവർ നല്ല രീതിയിലുള്ള വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ പോരെ. അതിൽ കൂടുതൽ വേറെ എന്തെങ്കിലും ചെയ്യേണ്ട കാര്യം ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. എന്തായാലും ചെയ്തു പോയ കാര്യങ്ങൾ അത് എത്തിയത് ലാസ്റ്റ് ഇതിലോട്ടാണ്. എന്തായാലും മെമ്പർഷിപ്പ് എന്നുള്ള ലെവലിൽ. കാരണം അതിൻ്റെ ഒരു ലൈവ് ഞാൻ ലാസ്റ്റ് കാണിക്കാം, നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ആ ലൈവിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മെമ്പർഷിപ്പ് എടുക്കണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, അതെനിക്കൊരു മുതൽക്കൂട്ടാണ് എന്നുള്ളത്. കാരണം വേറൊന്നും കൊണ്ടല്ല, നല്ല വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ പലരും നമ്മുടെ മലയാളീസ് സപ്പോർട്ട് ചെയ്യുന്നത് കുറവാണ് എന്നുള്ളതാണ്. കാരണം മാക്സിമം നല്ല രീതിയിൽ തന്നെ വീഡിയോ ചെയ്ത് മുന്നോട്ട് എത്താനാണ് പലരും ശ്രമിക്കാറ്. പക്ഷെ ചില ആൾക്കാർ പകുതി വെച്ചേ തളരും. കാരണം ചിലർ റീച്ചും ചിലർ ഫെയിമും അതിനേക്കാൾ ഉപരി ചിലർ പൈസയും ആഗ്രഹിച്ചാണ് യൂട്യൂബിലോട്ട് എന്നുള്ള ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേരുന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമല്ല, ഇതുപോലുള്ള സപ്പോർട്ടേഴ്സ് കുറയുന്ന സമയത്ത് ഇവർക്ക് എന്താ പറയുക, നിലനിൽപ്പില്ല. കാരണം വ്യൂസ് കുറയുന്ന സമയത്ത് എനിക്കും അറിയാം, ഒരു വീഡിയോ ഇടുന്ന സമയത്ത് 100ഉം 10ഉം വ്യൂസ് വരുന്ന സമയത്ത് നമുക്കൊരു സങ്കടമാണ്. അയ്യോ, ഞാൻ ചെയ്ത വീഡിയോസിന് റീച്ച് ഇല്ലല്ലോ എന്നുള്ള ആലോചിച്ച് നമുക്കൊരു സങ്കടം വരാറുണ്ട്. പക്ഷേ അതൊന്ന് മാറ്റി പിടിച്ച് ഇതുപോലുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ സപ്പോർട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരുമെന്നുള്ളതാണ്. എനിക്കെന്തായാലും മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റില്ല. കാരണം എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ തല്ലി ഓടിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ രീതിയിലുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ പല സ്ത്രീകളും ഇതിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ റീസൺ മേ ബി ഇതായിരിക്കാം. പക്ഷേ ഇതൊന്നും ഒരു ഔചിത്യമാർന്ന കാര്യമല്ല എന്നുള്ളത് വ്യക്തമായിട്ട് അവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് ക്ലിയർ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ പല ആൾക്കാരും ഈ ഒരു രീതിയിലോട്ട് പാഞ്ഞു വരുന്നത് എന്നുള്ളതാണ്. കാരണം പെട്ടെന്ന് റീച്ച് കിട്ടും, പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബേഴ്സ് കയറും, പെട്ടെന്ന് ലൈക്ക് കയറും, പെട്ടെന്ന് തന്നെ നല്ല ഫിനാൻഷ്യലി നല്ലൊരു ലെവലിലേക്ക് മാറാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ള ബോധം ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മെമ്പർഷിപ്പ് എടുത്ത് ഈ ഒരു രീതിയിലേക്ക് എല്ലാവരും മാറാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിൻ്റെ ബാക്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്ന സ്ത്രീകളെ സപ്പോർട്ട് ചെയ്ത് നോക്കൂ. അവരാരും ഈ രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യില്ല, അല്ലെ കൺവേർട്ട് ആവില്ല, അത് 100% ഉറപ്പാണ്. അതല്ല, ഇതിന് വേണ്ടി മാത്രം ജനിച്ച കുറച്ച് ആൾക്കാരുണ്ട്. അവരെ കണ്ടിട്ടാണ് ഇവർ ഈ സ്ത്രീ ഈ രീതിയിലേക്ക് മാറുന്നതെങ്കിൽ അത് മണ്ടത്തരമല്ലേ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. കാരണം ആവശ്യമില്ലാത്ത നിങ്ങളുടെ പേരും നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി ഇല്ലാതാക്കുന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ മെമ്പർഷിപ്പ്, ലൈവ് എന്നൊക്കെ പറയുന്ന കാര്യം. നിങ്ങളെ വിലയിരുത്തുന്ന രീതി, കാരണം കാണാനും സപ്പോർട്ടേഴ്സ് ഉണ്ടാവും. ഇവരൊക്കെ ഈ പല ആൾക്കാരും നിങ്ങളുടെ മെമ്പർഷിപ്പ് എടുക്കുന്ന പല ആൾക്കാരും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ID എന്ന് പറയുന്നത് ഫേക്ക് ID ആയിരിക്കും. ഈ ഫേക്ക് ID ഉപയോഗിച്ചിട്ടാണ് അവർ മെമ്പർഷിപ്പ് എടുക്കുന്നത്, അതിൽ കയറി ലൈവ് കാണുന്നത്. അവരുടെ ആരുടെ ഐഡൻറ്റിറ്റി അവർ പുറത്താക്കില്ല. റീസൺ എന്താണെന്ന് വെച്ചാൽ അവർക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. അപ്പം ഈ അറിയുന്ന ആൾക്കാർ, ആരെങ്കിലും അറിയുന്ന ഒരാൾ കണ്ടുപോയി കഴിഞ്ഞാൽ പേര് പോകുമല്ലോ എന്നുള്ള ധാരണയിൽ ചില ആൾക്കാരൊന്നും ആ ഒറിജിനൽ ID വെച്ച് ചെയ്യില്ല. പിന്നെ ഇതിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷ കാണിച്ചു പോകുന്നവരും പലരും ഉണ്ടാവാം. പക്ഷേ നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി, ആ സ്ത്രീയുടെ ഐഡൻറ്റിറ്റിയാണ് ഇല്ലാതെ ആവുന്നത്. അവരെ നാളെ ഈ ഒരു സമൂഹം കാണുന്ന രീതി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് മാറും അല്ലേ. ഇതുപോലുള്ള മെമ്പർഷിപ്പ് ഓഡിയോകളെ നമ്മൾ കാണുന്ന രീതി തന്നെ വേറെയാണ്. പല ആൾക്കാരും റിയാക്ട് ചെയ്ത് പല ആൾക്കാരും പറയുന്ന രീതി മാറുന്നുണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ഇതിനെതിരെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു സ്ത്രീയുടെ വീഡിയോ ചെയ്തു, ഇതുപോലെ തന്നെ മെമ്പർഷിപ്പ് എടുക്കുന്ന ആളാണ് ചെയ്തു. അതിൻ്റെ അടിയിൽ എനിക്ക് കമൻറ്റ് വന്നു, നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. കാരണം ഇതിനെതിരെ പ്രതികരിക്കാൻ പാടില്ല എന്നുള്ളത്. ഇവർ ചെയ്യുന്നത് ന്യായമാണോ എന്നാണ് എൻ്റെ ചോദ്യം. ഇവർ ചെയ്യുന്നത് ന്യായമാണെങ്കിൽ കുഴപ്പമില്ല, ചെയ്തോട്ടെ, പ്രശ്നമുള്ള കാര്യമല്ല.
ഇവർ ചെയ്യുന്നത് ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള ഒരു കാര്യം ചെയ്തിട്ട് അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാതിരിക്കുമ്പോൾ ഇവർ ഈ രീതിയിൽ നിങ്ങളിടുന്ന ലൈവ്, നിങ്ങളിടുന്ന വീഡിയോസ് എല്ലാവരും നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അതായത് ഭയങ്കര എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും ഇട്ട് നിങ്ങൾ ലൈവിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ രൂപവും എല്ലാവരും കാണുന്നുണ്ട്. അപ്പം ഞാൻ ഒരാൾ അതെടുത്ത് റിയാക്ട് ചെയ്ത് അത് നല്ലതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ കേസ് കൊടുക്കാൻ നിങ്ങൾ പറയുന്നത് എന്തിനാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ജീവിക്കാൻ പല വഴികളുണ്ടാവാം. നിങ്ങൾ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോം ഇല്ലാതെ ആക്കുകയാണ് എന്നുള്ളതാണ്. കാരണം യൂട്യൂബിൽ അത്യാവശ്യം നല്ല നല്ല വീഡിയോസും നല്ല നല്ല കണ്ടന്റും കാര്യങ്ങളും മാത്രം ചെയ്തു പോകുന്ന കുറേ ആൾക്കാരുടെ ഇടയിലേക്ക് ഇപ്പോൾ കയറി വരുന്ന ഒരു കാര്യമാണ് ഈ മെമ്പർഷിപ്പ് ലൈവ് എന്നുള്ളത്. കാരണം ഒരുപാട് സ്ത്രീകളാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ ഒരു പ്ലാറ്റ്ഫോം ഇല്ലാതെ ആക്കുകയാണ്, ഒരു സമൂഹത്തിന്റെ കൾച്ചർ ഇല്ലാതെ ആക്കുകയാണ്. നിങ്ങൾ എന്താണെന്നുള്ളത് നാട്ടുകാർ, ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ഞാൻ കണ്ട് നമ്മൾ ഒരുപാട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ഈ ഒരു എന്താ പറയുക, കുറച്ച് ആ ഒരു സൈഡിലോട്ടാണ് നമ്മുടെ ഹിന്ദിക്കാരാണ് പൊതുവെ ഈ ഒരു ലൈവ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ചെയ്യാറുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിലും അത് വന്നു തുടങ്ങി എന്നുള്ളതാണ്. എനിക്കറിഞ്ഞൂടെ ഇനി എത്ര പേര് ഇതിൻ്റെ പിന്നിൽ, ഇനി എത്ര പേര് ഇതുപോലെ ഇതിൽ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഒരു കാര്യമേ ഉള്ളൂ, ഇത് റിയാക്ട് ചെയ്യുന്നവരുടെ നിങ്ങൾ കേസ് കൊടുക്കാനും നിങ്ങൾ അവരുടെ പുറകെ പായാനും നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ നേരം ഉണ്ടാവുള്ളൂ. ഒരു കാര്യമില്ലാത്തൊരു കാര്യമാണ്. കാരണം നിങ്ങൾ ചെയ്യുന്നത് മണ്ടത്തരമാണ്, തെറ്റാണ്, നിങ്ങൾക്ക് അറിയാം. നിങ്ങളുടെ ശരീരം അതിൽ ലൈവായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോകളാണ് ഞങ്ങൾ തന്നെ എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ കേസ് കൊടുക്കാൻ പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? അല്ലെങ്കിൽ നിങ്ങൾ ഹൈഡ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ നിങ്ങൾ ഹൈഡ് ചെയ്തിട്ടാണോ ചെയ്യണം? നിങ്ങളത് ഹൈഡ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യണമായിരുന്നു. നിങ്ങൾ ഹൈഡ് ചെയ്തിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. നിങ്ങൾ ഹൈഡ് ചെയ്തിട്ടാണോ ചെയ്യുന്നത്? അല്ല, നിങ്ങൾ ഹൈഡ് ചെയ്യാതെയാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ അത് റിയാക്ട് ചെയ്യുമെന്നുള്ളത് 100% ഉറപ്പാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഹൈഡ് ചെയ്ത് കൺവേർട്ട് ചെയ്ത് ഒന്നും ആരും കാണാത്ത രീതിയിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കണം. ചില ആൾക്കാരെ പോലെ പുറമെ വന്ന് നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കണം, നല്ല രീതിയിൽ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് ബിഹൈൻഡിൽ മെമ്പർഷിപ്പിൻ്റെ കാര്യങ്ങൾ വേറൊരു രീതിയിൽ നിങ്ങൾ നാട്ടുകാരിലേക്ക് എത്തിക്കണം. അതാണ് വേണ്ടത്. ഒന്നുമില്ലാതെ നിങ്ങൾ പബ്ലിക്കായിട്ട് തന്നെ വന്ന് ലൈവിൽ വന്നിട്ടാണ് നിങ്ങൾ ഈ മെമ്പർഷിപ്പിൻ്റെ കാര്യം പറയുന്നത്. ഞാനതാ പറഞ്ഞത്, ഒരു സമൂഹത്തെ ഇനി വളർന്നു വരുന്ന തലമുറ ഇല്ലാതാക്കാൻ വീണ്ടും നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നുള്ളതാണ്. എന്തായാലും എനിവേ, നിങ്ങൾ കേസ് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് കൊടുക്കാം. കാരണം നമുക്ക് റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ ചെയ്യുന്ന തെറ്റാന്നുള്ള ബോധം നിങ്ങൾക്കില്ലെങ്കിൽ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാർക്കുണ്ട്. അവർ റിയാക്ട് ചെയ്യും, 100% ഉറപ്പാണ്. എന്തായാലും ആ ലൈവിൻ്റെ ചെറിയൊരു ഭാഗം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ലാസ്റ്റിലേക്ക്. നീ കണ്ടു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാവും ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. അപ്പം എനിവേ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. Hello, hi, good morning. മല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ. ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ. അരളിയിലൊരു കിളി കൊഞ്ചിപ്പാടി അന്നേരം ഒരു സുന്ദരിയാടി, അരവാരം തകതാളം തല്ലി അരമണി കിങ്ങിണി കിളി പാകി. ഇമകളെന്തു ഭംഗി, ഇവളുടെ കവിളിനെന്തു കാന്തി, അതരമാതൃമധുരം നുകരാൻ ഭാഗ്യമേകു ഭവതി. ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ. സ്ത്രീക്ക് പുരുഷൻ നൽകുന്ന ബഹുമാനം അത് വീട്ടിലാണെങ്കിലും വെളിയിലാണെങ്കിലും അതേ അളവിൽ തിരിച്ചു കിട്ടുന്ന മാനസിക അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറുന്നുവോ, അന്നായിരിക്കും സ്ത്രീ സുരക്ഷിതയാണ് എന്ന് പറയുവാൻ സാധിക്കുന്നത്. സബ് ചെയ്യൂ കൂട്ടുകാരെ, എല്ലാവരും സബ് ചെയ്യൂ, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. മെമ്പർഷിപ്പ് ഉണ്ട്, ലൈവൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഉറങ്ങാറായില്ല കൂട്ടുകാരെ, എല്ലാവരും സൂപ്പർ ചാറ്റ് ചെയ്യണേ. മെമ്പർഷിപ്പ് എടുത്താൽ എനിക്കൊരു സഹായമാവും. എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് തരുവാൻ കൂട്ടുകാരെ.
ഓക്കെ രഞ്ജിത്തെ, പോകണം. ഓക്കെ, കുഴപ്പമില്ല. നവാസ് എങ്ങനെയാണ് മെമ്പർഷിപ്പ് എടുക്കുന്നതെന്ന് ഈ മെമ്പർഷിപ്പ് എടുത്ത കൂട്ടുകാർ എല്ലാവരും ഒന്ന് പറഞ്ഞു കൊടുത്തേ. എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച്. FF ഹായ്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ് ചെയ്യണം. എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കൂട്ടുകാരെ. എല്ലാവരും ലൈക്ക് അടിച്ച് ഒന്ന് സബ് ചെയ്തു.